ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ പൊങ്കാല പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഉണക്കലരിയാണ്, നല്ല നെല്ല് കുത്തിയെടുക്കുന്ന അരി കടയിൽ വാങ്ങാൻ കിട്ടും. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരി, അതാണ് കണക്ക്. ഞാനത് കഴുകി ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് മൺകലത്തിൽ ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ച് ചെയ്യുമായതുകൊണ്ട് ഓടിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് നമ്മളിത് വീഡിയോ കാണിക്കുന്ന സമയത്ത് ഇത് തൂകുന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. അരി ഒരു 3/4 ഭാഗം വേവായാൽ മതി. ആ സമയത്ത് വേണം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാൻ. ഒത്തിരി വെന്തതിന് ശേഷം ശർക്കര ഇട്ടാൽ പായസത്തിന് ടേസ്റ്റ് കുറവായിരിക്കും. അതുപോലെ നേരത്തെ ഇട്ടാലും അരി വേവത്തുമില്ല. അരി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 400 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെങ്കിൽ 50 ഗ്രാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പരുവ മധുരമേ കാണത്തുള്ളൂ. അതുപോലെ പൊങ്കാല പായസത്തിന് നമ്മൾ ചേർക്കുന്ന ഇങ്ങനെ ഉരുക്കിയെടുത്തൊന്നുമല്ല. അപ്പോൾ കഴിവതും അഴുക്കില്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കര നോക്കി വാങ്ങാൻ ശ്രമിക്കണം. ശർക്കരയെല്ലാം ഇട്ട് നല്ലതുപോലെ ആ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ അരിയും എല്ലാം നല്ലതുപോലെ വരണം. ഇടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളിലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള പായസങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പായസം എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. അതിലും നിരവധി ഉണക്കലരി വെച്ചുള്ള പായസങ്ങളുണ്ട്, വെറൈറ്റികളായിട്ടുള്ളത്. കണ്ടോ ഒരുവിധമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പച്ച തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചത്തേങ്ങയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ അമ്പലത്തിൽ വെക്കുന്ന ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മളിതിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിലർ പഴം അരിഞ്ഞ് ചേർക്കാറുണ്ട്. ഇഷ്ടമാണെങ്കിൽ ഞാലിപ്പൂവനോ പൂവനോ കദളിയോ പഴം അരിഞ്ഞ് ചേർക്കാം. ഇവിടെ അത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇനി നമുക്കത് ഇലയിലേക്ക് സെർവ് ചെയ്യാം. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.